പാട്ടുകാരൻ റാപ്പർ മോനെ കേറി വാടാ. ആരുടെ പൊക്കളിന്റെ കാര്യമാണ് പറഞ്ഞത്? അയ്യോ പൊക്കളെന്നല്ല, എന്റെ മോനെ ഞാൻ വിളിച്ചത് അക്കളേ വിളിച്ചത്. ഒരു വാക്കുപോലും പറയണ അച്ഛൻ നമ്മളൊക്കെ വിട്ടേക്ക് പോയല്ലപ്പാ. എന്റെ പൊന്നോനെ നിന്നെ അനാഥനാക്കിട്ട് അച്ഛൻ ഒരു പോക്കങ്ങ് പോയല്ലോടാ. അച്ഛനല്ലേ പോയുള്ളൂ, എന്റെ പൊന്നമ്മച്ചി എന്റെ കൂടെ ഉണ്ടല്ലപ്പാ. മക്കളെ 16 അടിയന്തരത്തിന്റെ സദ്യ കഴിയുമ്പോ അമ്മ ആരേലും വളച്ചു തൂങ്ങി അങ്ങ് പോടാ. അമ്മയ്ക്ക് പിടിച്ചിരിക്കാൻ വയ്യടാ. അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയല്ലേ. അനാഥനല്ല, പിന്നെ എന്റെ മക്കളെ നോക്കിയതുകൊണ്ട് അച്ഛൻ ആകാശത്ത് നക്ഷത്രമായിട്ട് നിപ്പണ്ടടാ. അമ്മോ എന്തോ അമ്മച്ചേ, എന്തൊക്കെ ഇത് ഒത്തിരി ഉണ്ടല്ലോ അമ്മ. ഇതിലേതമ്മ എന്റെ അച്ഛൻ? പെട്ടെന്നോടാ ഞാൻ മക്കളെ അങ്ങ് നോക്കിക്കേ, അങ്ങ് മൂലക്ക് കത്തികളഞ്ഞ് സ്റ്റാമിനയില്ലാന്ന് പറഞ്ഞ് നിക്കുന്ന കണ്ടോടാ. ഒരു വില കെട്ടത് നിന്റെ അച്ഛനും അമ്മച്ചിയും ഒത്തിരി അനുഭവിച്ചാടാ. അച്ഛാ, അച്ഛൻ ജീവിച്ചിരുന്നപ്പോ എന്റെ രണ്ടുപേരും പാട്ട് കേൾക്കാൻ പറ്റില്ല. മാമാ ഇവിടെ പറയാൻ പറ്റുന്ന അറിഞ്ഞൂടെ, എങ്കിലും പറയണം. അച്ഛനെ പറ്റി 2 റാപ്പൊന്ന് പാടിക്കോട്ടെ. പാടുമോനെ. ഇവന്റ് കൊടുക്കട്ടെ. ഏത് മൂട് മരണമൂട്, ഏത് വീട് മരണ വീട്, ഏത് മരണം അച്ഛന്റെ മരണം, ഏത് മൂട് വലത മൂട്, ഏത് മൂട് എതിരെ മൂട്, ഏത് മൂട് സജന മൂട്, ഏത് മൂട് സാട് മൂട്, ഏത് മൂട് ഒലക്കേട മൂട്. നിർത്തടാ, ഈ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇറങ്ങി വന്ന മൂന്നാമതൊന്ന് കെട്ടാൻ എനിക്ക് പറ്റുവാടാ. ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, സംസ്കാരം അങ്ങ് നടത്തുക. ആ സംസ്കാരം നടത്താൻ പറ്റാൻ അതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ഈ കുമാരൻ കൊച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് സ്വന്തം ചോരയെ പറഞ്ഞ മക്കൾക്കായിട്ട് വസ്തുവകകൾ എങ്ങനെ വീതിക്കണമെന്ന് കൃത്യമായിട്ടൊരു വിൽപത്രം എഴുതി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് അടയ്ക്കാൻ മതി. ഇനിയിപ്പൊ എന്തോന്ന് എഴുതി വെക്കാണ്? ഞാനും എന്റെ കൊച്ചിർക്കനല്ലാതെ അങ്ങനെ വേറെ ആരും ഇല്ല. അതല്ലല്ലോ ശാന്തമ്മ, ഇതിൽ ഇത്ര ആൾക്കാരോട് കൂടിയിരിക്കണല്ലേ. മരിച്ച വീട്ടിൽ അവൻ എഴുതി വെച്ച വിൽപത്രല്ലേ, ഒന്ന് വായിക്കട്ടെ. എന്റെ അണ്ണ നിങ്ങൾക്ക് കാണാൻ ഇതുപോലത്തെ ഞൊളപ്പ് പിടിച്ച അയലത്തുകാരല്ലേ. ഇപ്പൊ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെ മുമ്പ് വെച്ച് വായിക്കാൻ പോവാണ്. തട്ടിക്കുട്ടി ഓർമ്മയിൽ കുമാരൻ കൊച്ചേട്ടൻ സ്വന്തം ചോരയിൽ പറഞ്ഞ മക്കൾക്കായി എഴുതി വെക്കുന്ന വിൽപ്പത്രം. ഒറ്റ മോനുകളുടെ പലപോലും വളർന്നിക്കണം. ഞാൻ തെക്കേ വീട്ടിൽ സാവിത്രിക്കും മകനും മുൻഭാഗത്തുള്ള 10 സെന്റ് പുരയിടും. സാവിത്രിക്കോ? അയ്യോ സാവിത്രിയെ ചതിക്കുവായിരുന്നോടി. കൊച്ചാട്ടൻ ഉണ്ടോ? കൊച്ചാട്ടൻ ഉറങ്ങിയോ? അയ്യോ കൊച്ചാട്ടൻ എന്തിയാന്ന് ചോദിച്ചു. എന്ത് വരുവേ ചതിക്കുവായിരുന്നേ രണ്ടൂടല്ലേ. ആ വേടിക്കണ്ട. സ്വന്തം ഭാര്യ ശാന്തമ്മയ്ക്കും മകനും 1.5 സെന്റ് ഭൂമിയും സ്ഥിതി ചെയ്യുന്ന കക്കൂസ്. പല്ല മറ്റുണ്ടാക്കിയതിന്റെ അടുക്കളയിലേക്ക് എന്തിനു മാമ ഈ പറഞ്ഞ കക്കൂസ്? വായിക്കട്ടാ. വടക്കേ വീട്ടിൽ സഹദേവന്റെ ഭാര്യ സുജാതയ്ക്കും മകൻ ശിബുവിനും ബാക്കിയുള്ള 17 സെന്റ് പുരയിടവും വീടും. ആരായി സഹദേവൻ? നിങ്ങളല്ലേ? പറഞ്ഞ പോലെ ഞാനാണല്ലോ സഹദേവൻ. സ്വന്തം ചോരയെ പറഞ്ഞ മക്കൾക്കായിട്ട് എഴുതി വെച്ച കൂട്ടത്തിൽ അണ്ണന്റെ മോനും ഉണ്ടെങ്കിൽ അണ്ണന്റെ മകന്റെ യഥാർത്ഥ തന്തി ആരാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അണ്ണ? എടാ കുമാരൻ കൊച്ചേട്ടാ, നീ നാട്ടുകാർക്ക് മുഴുവൻ പണി കൊടുത്ത, പക്ഷെ എനിക്കിട്ട് തന്ന പണി 8ന്റെ പണിയായി പോയടാ. നിന്റെ നാടു കേട്ടിന്റെ പടിപ്പുറമുറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിയിച്ചുട്ടെ. അപ്പൊ ഞാൻ വെറും കിഴങ്ങല്ല, നന കിഴങ്ങ്.